ATM കൗണ്ടറിൽ നിന്നും പണം എടുക്കുമ്പോൾ സൂക്ഷിക്കുക. ATM കൗണ്ടറുകൾ കള്ളനോട്ടുകളും വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. സ്വകാര്യ ഏജൻസികൾ ATM കൗണ്ടറിൽ നിറയ്ക്കുന്ന നോട്ടുകൾ പരിശോധിക്കാൻ സംവിധാനമില്ലാത്തതാണ് കാരണം. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. വിമാനത്താവളത്തിനടുത്തുള്ള ഒരു ATM കൗണ്ടറിൽ നിന്ന് 10,000 രൂപ എടുത്തപ്പോൾ ഒരാൾക്ക് കിട്ടിയത് 5,000 രൂപയുടെ കള്ളനോട്ട്. ഞങ്ങളുടെ അന്വേഷണത്തിന്റെ തുടക്കം അവിടെ നിന്നാണ്. ATMിൽ നിന്ന് ഒരാൾക്ക് കള്ളനോട്ട് കിട്ടിയാൽ ആരാണ് അതിന് ഉത്തരവാദി? ATMകളിൽ സുലഭമായിരിക്കുന്ന കള്ളനോട്ടുകൾ വരുന്ന വഴി ഏതാണ്? സ്വകാര്യ ഏജൻസികളാണ് ഒട്ടുമിക്ക ബാങ്കുകളുടെയും ATM കൗണ്ടറുകളിൽ പണം നിറയ്ക്കുന്നത്. കംപ്ലീറ്റ്ലി ഔട്ട്സോഴ്സ്ഡ് ആണ്. പൈസ ലോഡിങ് കാർഡ്സ് എടുക്കുന്നല്ല ഇവരാണ്. ബ്രിങ്സ് ആരിയ എന്ന് പറഞ്ഞത് ഇവരാണ്. അപ്പോൾ അവർ കളക്ട് ചെയ്തിട്ട് ബ്രാഞ്ച് കൊണ്ടുതരും. നമ്മൾ പൈസ കൊടുക്കും, എന്നും ഡെയിലി പൈസ കൊടുക്കും, അവർക്ക് ലോഡ് ചെയ്യും. ചില ബാങ്കുകളുടെ ചെസ്റ്റിൽ നിന്ന് നേരിട്ടും ചില ഏജൻസികൾ പണമെടുക്കുന്നു. പണം ATMകളിൽ എത്തുന്നത് വരെയുള്ള ഇത്തരം ഏജൻസികളുടെ പ്രവർത്തനം ആരും പരിശോധിക്കാറില്ല. ഇതുതന്നെയാണ് യഥാർത്ഥ നോട്ടിനെ വെല്ലുന്ന വ്യാജനെ കണ്ടെത്താനുള്ള വഴിയടയ്ക്കുന്നതും. മെട്രോ നഗരമായ കൊച്ചിയിൽ വാണിജ്യ ബാങ്കുകളുടെ 719 ശാഖകളാണുള്ളത്. 700ഓളം ATMകളും 1.5 ദിവസം കൂടുമ്പോഴാണ് ATMകളിൽ പണം നിറയ്ക്കാറുള്ളത്. ഏതാണ്ട് 14 ലക്ഷത്തോളം രൂപയാണ് 1.5 ദിവസത്തിനകം ഒരു ATM കൗണ്ടറിൽ നിന്ന് ആവശ്യക്കാർ പിൻവലിക്കുന്നത്. ATM കൗണ്ടറുകൾ വഴിയുള്ള വ്യാജ കറൻസി കുത്തൊഴുക്ക് അറിയുന്നുണ്ടെന്ന് സമ്മതിക്കുമ്പോഴും അത് തടയാൻ കഴിയുന്നില്ലെന്ന് പോലീസ് കൈമലർത്തുന്നു. പണമിടപാട് ഏജൻസികളുടെ പ്രവർത്തനം കൃത്യമായി നിരീക്ഷിക്കുക, ജീവനക്കാരെ നിയമിക്കും മുമ്പ് പോലീസ് പരിശോധന നിർബന്ധമാക്കുക, കൃത്യമായ പരിശീലനം നൽകുക തുടങ്ങിയവ കർശനമായി നടപ്പാക്കിയാലേ കള്ളനോട്ട് നിയന്ത്രിക്കാൻ കഴിയൂ എന്നാണ് പോലീസ് വിശദീകരണം. കൊച്ചി നഗരത്തിൽ മാത്രം 700ഓളം ATM കൗണ്ടറുകൾ വഴി 36 മണിക്കൂറുകൾക്കുള്ളിൽ മറിയുന്നത് ഏകദേശം 100 കോടി രൂപയാണ്. പണത്തിന്റെ ഈ കുത്തൊഴുക്കിൽ ആരും അറിയാതെ വ്യാജനം വിപണിയിലെത്തുന്നു. നഗരത്തിന്റെ സമ്പദ് വ്യവസ്ഥ നിലനിർത്തുന്നതിൽ അപകടകരമായ സംഭാവന നൽകിക്കൊണ്ട്. കെ അഭിലാഷിനും റോണി ജോസഫിനുമൊപ്പം PR വന്ദന, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ATM കൗണ്ടറുകളിൽ നിന്ന് കിട്ടുന്ന നോട്ടുകൾ ആരും പൊതുവെ പരിശോധിക്കാറില്ല എന്നതാണ് കള്ളനോട്ട് മാഫിയയെ ATMകളിലേക്ക് ആകർഷിക്കുന്നത്. കള്ളനോട്ട് ആരും അറിയാതെ വിപണിയിൽ എത്തുകയും ചെയ്യും. കയ്യിൽ കിട്ടുന്ന നോട്ട് കള്ളനോട്ടാണ് എന്നറിയാതെയാണ് മിക്കവരും ചെലവാക്കുന്നത്. തിരിച്ചറിയുന്നവർ ധനനഷ്ടം ഒഴിവാക്കാനും കള്ളനോട്ട് പെട്രോൾ ബങ്കുകളിലോ മദ്യശാലകളിലോ ചെലവാക്കുന്നു. ബാങ്കിൽ കൊണ്ടുകൊടുത്താലും വ്യാജന് പകരം യഥാർത്ഥ നോട്ട് കിട്ടാത്തതുകൊണ്ടാണ് ആ നഷ്ടം നികത്താൻ അവർ ഇങ്ങനെ ചെയ്യുന്നത്. വ്യാജനെ അറിഞ്ഞും അറിയാതെയും ഓരോ മെട്രോ വാസിയും ഇതിന്റെ കണ്ണിയിൽപ്പെടുന്നു. ജാഗ്രത പുലർത്തുന്നവരും തീരെ ഇല്ലാതില്ല. ആദ്യകാലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കസ്റ്റമർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു. എല്ലാവരും ഞങ്ങൾ ATMിൽ നിന്ന് എടുക്കുന്നതാണ്, അങ്ങനെയുള്ള ചെറിയ പ്രോബ്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞങ്ങളത് വളരെ ബോൾഡായിട്ടുള്ളൊരു ഡിസിഷനാണ് ഞങ്ങളത് എടുത്തത്. എല്ലാവരും കൂടി ആലോചിച്ചെടുത്തു. അതിന് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുവരെ അത് വെച്ച് പിന്നെ ഇതുവരെ ഒറ്റ നോട്ട് പോലെ എൻ്റെ കിട്ടിയിട്ടില്ല. അന്യരാജ്യങ്ങളിൽ നിന്ന് കള്ളനോട്ടുകൾ എത്തുന്നതിനെ കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുന്നുണ്ട്. കള്ളനോട്ട് സംഘങ്ങളെ പലയിടത്തും പിടിക്കുന്നുമുണ്ട്. പണം കൈമാറ്റ ശൃംഖലയുടെ ഇങ്ങേയറ്റത്തെ കണ്ണികൾ നിരപരാധികളായ പൗരന്മാർ തന്നെ ആകുന്നിടത്താണ് പല അന്വേഷണവും ദുർബലമാകുന്നത്. ക്യാമറാമാൻ കെ അഭിലാഷിനൊപ്പം PR വന്ദന, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.